ഇറാന്റെ പ്രസിഡന്റ് മരിച്ചാൽ അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും, കുഴപ്പമൊന്നുമില്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്യും. എന്നാൽ ആത്മീയ നേതാവായി ഇറാനെ ദീർഘകാലം നയിക്കേണ്ട ചുമതലയുള്ള, ഇപ്പോൾ 63 വയസ്സ് മാത്രമേ ഉള്ളൂ, 1-2 വർഷത്തിനും 65 വയസ്സിനകം അദ്ദേഹം പരമാധികാരി ആകുമെന്നാണ് കണക്കാക്കപ്പെട്ടത്. പിന്നീട് ഒരു 25 വർഷം ഇറാനെ നയിക്കേണ്ട പരമാധികാരി, ഇറാന്റെ ഭാവി കൃത്യമായി ഈ മുഹമ്മദ് റൈസിയുടെ കൈകളിൽ വെച്ചിരുന്ന ആ മുഹമ്മദ് റൈസിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് എന്നതാണ് ഇറാനെ ആശങ്കപ്പെടുത്തുന്നതും കണ്ണീരൊലിപ്പിക്കുന്നത്. ഇറാൻ പുതിയൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടില്ല. ഔദ്യോഗികമായി ഇപ്പോഴും കൊല്ലപ്പെട്ട റൈസ് തന്നെയാണ് പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഇന്നലെ സർക്കാർ യോഗം ചേർന്നപ്പോൾ ആ പ്രസിഡന്റിന്റെ കസേര ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. ആ കസേരയിൽ ഒരു കറുത്ത തുണി വിരിച്ചിട്ട് അധ്യക്ഷ പദവി ആ കസേരയ്ക്കാണ് കൊടുത്തത്. ലോകം മുഴുവൻ ഇപ്പോൾ പ്രാർത്ഥനയിലാണ്. ഇറാനിയൻ ടിവിയിലൊക്കെ ഈ വാർത്ത മാത്രമേ ഉള്ളൂ, ബാക്കി സമയത്തൊക്കെ ഖുറാൻ പാരായണമാണ്. റൈസിയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഖുറാൻ വാചകം മാത്രമാണുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ അടുത്ത 25 വർഷത്തെ പരമാധികാരിയായി ഇറാനെ ഇപ്പോഴത്തെ കടുത്ത ഇസ്ലാമിക നിയന്ത്രണത്തിൽ തന്നെ കൊണ്ടുപോകാൻ അവർ തെരഞ്ഞെടുത്തിരുന്ന നേതാവ് കൊല്ലപ്പെട്ടു എന്നതാണ്. അല്ലാതെ ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്നതല്ല ഇതിന്റെ പ്രസക്തി.